ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൻ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിലൊക്കെ പൊതുവേ നോൺ വെജ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ്, വെജിറ്റബിൾ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണി മാത്രമാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ബിരിയാണി മസാല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഷാജീര, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 4-5 ഏലക്ക, ഒരു 8-10 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം തക്കോലം, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരണം, അതേപോലെ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങും. അവസാനമായിട്ട് ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൗഡറാക്കി എടുക്കുക. ഒരുപാട് ഫൈൻ പൗഡർ ആവണമെന്നില്ല. ഇതപ്പം തന്നെ ടൈറ്റായിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു 4 വലിയ സവോള നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് എണ്ണ പോകാനായിട്ടൊരു സ്ട്രെയിനറിൽ വെച്ചിരിക്കുകയാണ്. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവാൻ വേണ്ടി നിൽക്കണ്ട. അതേപോലെ തന്നെ കുറച്ച് സ്ലൈസ് ചെയ്ത ബദാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി കുറച്ച് റൈസിൻസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റൈസിൻസ് ഇങ്ങനെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഈ ഒനിയനും നട്ട്സും ഒക്കെ ഫ്രൈ ചെയ്ത ഓയിലാണ്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറുള്ളൊരു ഓയിലായിരിക്കും ഇത്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരണം. ഇത് ശരിക്കും മാറിയാൽ മാത്രമേ നമ്മുടെ മസാലയ്ക്ക് ലാസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസുള്ള ഒരു കോളിഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ കോളിഫ്ലവറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ കൂടെ മഷ്റൂമും പനീറും ഒക്കെ ആഡ് ചെയ്യാം, ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, ബീൻസ് ആഡ് ചെയ്യാം. പനീറൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും അവസാനം മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഏകദേശം ഒരു പകുതിയിലേറെ വേവായി കഴിയുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അധികം സ്പൈസി ആയിട്ടല്ല നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ചേർത്ത മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതേപോലെ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതൊന്ന് സോട്ട് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റും കൂടെ ഏകദേശം ഒന്ന് സോട്ട് ചെയ്യേണ്ടി വരും. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഒനിയൻ്റെ അകത്തുനിന്ന് ഒരു പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബിരിയാണി മസാല ഒരു 3/4 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്രേവി ഫുള്ള് അങ്ങ് വറ്റാനായിട്ട് നിൽക്കരുത്. നമ്മളിനി ദം ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഡ്രൈ ആയിട്ട് വരും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല നമുക്കിനി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ റൈസ് റെഡിയാക്കാൻ പോവുകയാണ്. പ്രഷർ കുക്കറിലാണ് നമ്മൾ കുക്ക് ചെയ്യണത്. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്,
1/4 ടീസ്പൂൺ ഷാജീര. ഇതെല്ലാം ചേർത്തൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളം കുറച്ച് സോൾട്ടി ആയിട്ടിരുന്നാൽ മാത്രമേ റൈസ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ പാകത്തിന് ഉപ്പുണ്ടാവുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കാം. 3 കപ്പ് റൈസാണ്, സോക്കൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് നന്നായിട്ട് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ബിരിയാണി ലെയർ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ എടുത്തു വെക്കണം. ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും, നേരത്തെ റെഡിയാക്കി വെച്ച ബിരിയാണി മസാല, ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ, ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില 2 പിടി, പുതിനയില 1 പിടി, ഇത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും റേസിൻസും, ആവശ്യത്തിന് നെയ്യ്. വലിയൊരു കുക്കറിലാണ് ഞാൻ ലെയർ ചെയ്യാൻ പോകുന്നത്. അടികട്ടിയുള്ള ഏത് പാത്രം വേണേലും എടുക്കാം കേട്ടോ. അതിൻ്റെ താഴെ 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾ മസാല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഏറ്റവും താഴത്തെ ലെയർ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒരു മിക്സ് പകുതിയോളം ചേർത്ത് കൊടുക്കുക. ഇനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻ്റെ 1/3 ഭാഗമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അത് ജസ്റ്റ് ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് പയ്യെ അത് ഉടച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച് ഫ്രൈഡ് ഒനിയൻ ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. നമ്മുടെ നട്ട്സും റേസിൻസും കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബിരിയാണി മസാല 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലെമൺ ജ്യൂസിൻ്റെയും റോസ് വാട്ടറിൻ്റെയും മിക്സ് ഒരല്പം ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള റൈസിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് പാലിൻ്റെ അകത്ത് കുതിർത്തി വെച്ചതിന് ശേഷം അതും ഓരോ ലെയറിൽ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇത് നമ്മുടെ ലാസ്റ്റ് ലെയർ റൈസാണ്. ലാസ്റ്റ് ലെയറിൻ്റെ അകത്തും വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അവസാനത്തെ ലെയറിൽ നമുക്ക് നെയ്യ് കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എടുത്തിരിക്കുന്ന പാത്രത്തിന് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന ഒരു അടപ്പ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് ശേഷം ചപ്പാത്തി മാവോ അല്ലെങ്കിൽ മൈദ മാവോ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതൊന്ന് സീലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ അടപ്പ് നമ്മുടെ പാത്രത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. അതായത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റീം ഒരു വിധത്തിലും പുറത്ത് പോകരുത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു, അത് ഞാനൊരു മാവ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ആവി ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ വേണം നമ്മളിത് നന്നായിട്ട് സീൽ ചെയ്ത് വെക്കാനായിട്ട്. ഇനി ആദ്യം ഒരു 5 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം വേണം നമ്മളിത് തുറക്കാനായിട്ട്. ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ച് ഈ മാവിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങ് തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യണം. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് സലാഡും അതേപോലെ ലെമൺ പിക്കിളും പപ്പടവുമാണ് നല്ല കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്